നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോ വഴി മഴക്കാലത്തെ ചർമ്മ സംരക്ഷണം എങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് നോക്കാം. മഴക്കാലത്ത് പലപ്പോഴും ഈർപ്പം തൊലിയിൽ തങ്ങി നിൽക്കുന്നത് കാരണം അണുബാധയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടാതെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അല്ലാതെയും തലയിൽ വെള്ളം വീഴുന്നത് വഴി ഉള്ള അണുബാധയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തലയിൽ വെള്ളം വീഴുന്നത് വഴി നമ്മൾ പൊടിയിൽ സാധാരണ നിലയ്ക്ക് നമ്മൾ മഴക്കാലം അല്ലാത്ത സമയത്ത് വേനൽക്കാലത്തൊക്കെ പൊടി പടലങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമെങ്കിലും അതിൽ ബാക്ടീരിയാസിൻ്റെ വൈറസോ എന്തുണ്ടെങ്കിൽ പോലും അതിന് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. വെള്ളത്തിലാണ് എല്ലാ അണുക്കളും പെട്ടെന്ന് വളർച്ച കിട്ടുക. അത് കാരണം നമ്മുടെ തലയിലൊക്കെ വീഴുന്ന വെള്ളവും ഈ ബാക്ടീരിയാസും അല്ലെങ്കിൽ വൈറസോ അതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജേംസ് ചേർന്നിട്ട് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തുടക്കം മാത്രമായിരിക്കും ഈ വീഴുന്ന വെള്ളം. ഇത് പൂപ്പൽ, ഈസ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകണ്ട. എങ്ങനെയായാലും അണുബാധ കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുറിവുകൾ കൂടുതൽ പഴുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ചെറിയ റാഷസ് നമ്മൾ ചൊറിഞ്ഞിട്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ ഇൻഫെക്ഷൻ ആവാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുപോലെ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിന്നിരുന്ന സ്കിന്ന് പെട്ടെന്ന് വലിഞ്ഞു മുറുകുകയും അതിൻ്റെ എലാസ്റ്റികതയിലുള്ള വ്യത്യാസങ്ങളും കാരണം പല വ്യതിയാനങ്ങളും ശരീരത്തിനുണ്ടാവും. ഇങ്ങനെയുള്ള ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് ആയുർവേദത്തിൽ പറയുന്ന നാൽപ്പാമരാതി ചൂർണം. ഈ നാൽപ്പാമരാതി ചൂർണം അതുപോലെ നാൽപ്പാമരാതി തൈലവും ആയുർവേദത്തിലെ മുഖസൗന്ദര്യത്തിനും അതുപോലെ ശരീരമാസകലം തേക്കുന്നതിനും വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ മഴക്കാലത്ത്. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ പൊടികൾ ഒരുപാടുണ്ട്. ഏലാതി ചൂർണം, കൊട്ടൻ ചുക്കാതി ചൂർണം, അത് വേദനയ്ക്കാണ് മെയിനായിട്ട്, എന്നാലും സ്കിന്നിലും ഉപയോഗപ്രദമാണ്. ലോദ്രാതി ചൂർണം, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷേ മഴക്കാലം എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സാധനം നാൽപ്പാമരം തന്നെയാണ്. നാൽപ്പാമരം ചേർത്ത പല സാധനങ്ങളുണ്ട്. നാൽപ്പാമരാതി എണ്ണയുണ്ട്, ചൂർണങ്ങളുണ്ട്, പൊടികളുണ്ട്, വേറെ മറ്റു കണ്ടന്റിൻ്റെ കൂട്ടത്തിൽ നാൽപ്പാമരം ചേർന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നാൽപ്പാമരം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. അതിൻ്റെ 4 പാലുകളുള്ള മരങ്ങളാണ്. അത്തി, ഇത്തി, പേര, അരയാൽ, ഈ 4 മരങ്ങൾ ഇതെല്ലാം പാലുള്ള മരങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് ചെറുതായിട്ട് മിൽക്കി ലാറ്റക്സ് ഉള്ള ചെടികളാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതിന് അതിൻ്റെതായ കെമിക്കൽസും കെമിക്കൽ കോമ്പിനേഷൻസും ഇതിൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇത്തരം വേറെയും മരുന്നുകളുണ്ട്. അപ്പം നമ്മൾ സാധാരണ നിലക്ക് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഈ നാൽപ്പാമരം എന്ന് പറയുന്നത്. എന്നിരുന്നാലും സ്പെസിഫിക്കലി ഓരോ പേഷ്യൻസിനും വേറെ വേറെ സാധനങ്ങൾ ഉപയോഗിക്കണം. പേഷ്യൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓരോ ആളുകൾക്ക്, ഓരോ പേഴ്സൺസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നാൽപ്പാമരം ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ലത് ഇതിൻ്റെ വാങ്ങാൻ കിട്ടും. വെള്ളം തിളപ്പിച്ചിട്ട് വാങ്ങിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുന്നതാണ്. പിന്നെ നാൽപ്പാമരം ചേർത്ത ഓയിലുണ്ട്. പക്ഷേ ഓയിൽ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ ടെക്സ്ചർ നോക്കിയിട്ട് തന്നെ ഉപയോഗിക്കണം. അത് ഏതെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. അതുകൂടാതെ ചെയ്യാവുന്ന ചില ചര്യകളാണ് ആര്യവേപ്പിലയും മഞ്ഞളും മൈലാഞ്ചിയും അരച്ച് ചേർത്തിട്ട് ഇൻഫെക്ഷന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കക്ഷം, അതുപോലെ കാലിൻ്റെ ഒടി, കഴുത്തിൻ്റെ 2 സൈഡുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ ഇടുകയാണെങ്കിൽ ഈ ആർട്ടിക്കേരിയ പോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അതൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ അണുബാധ ഏറ്റവും കൂടുതൽ അണുക്കളും ഇൻഫെക്ഷൻസും ഉള്ള ഏരിയകളാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ. ആ ഭാഗങ്ങളിൽ ഇത്തരം മരുന്നുകൾ അരച്ച് ചേർക്കാം. ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോരിൽ അരച്ചാൽ, മോര് ചേർത്ത് അരയ്ക്കുമ്പോൾ മഴക്കാലത്തുള്ള അബ്സോർപ്ഷന് കൂടുതൽ ഗുണകരമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന സോറിയാസിസ്, അതുപോലെ എക്സിമ മുതലായ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സമയത്ത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷനും കൂടുകയും അതുവഴി പിന്നീട് ഈ രോഗം വരുന്നത് തടയാനും ഉള്ള നല്ലൊരു പ്രതിവിധിയാണ്. സ്ഥിരമായിട്ട് ഇത്തരം രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയും മരുന്ന് കഴിച്ച ഉടനെ മാറും, പിന്നീട് വീണ്ടും വരും എന്നുള്ള അവസ്ഥയുള്ളവർക്ക് പറ്റിയൊരു മരുന്നാണ്
ഈ മരുന്ന്. ഇത് കൂടാതെ നമുക്ക് ചെയ്യാവുന്ന പല കർമ്മങ്ങളുണ്ട്. അതിൽ പിന്നെ പലതരം കഞ്ഞികൾ, അതുപോലെ ഭക്ഷണചര്യകൾ, ഒരുപാട് പലതരം വെള്ളങ്ങൾ, ഓരോ തരത്തിലുള്ള വെള്ളങ്ങൾ തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ളത്, ഇവയെല്ലാം ആളുടെ പ്രകൃതി അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ പറയുമ്പോൾ കുടിക്കാവുന്നതിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള മരുന്ന്, എല്ലാവർക്കും കുടിക്കാവുന്നത് ചുക്ക് മാത്രം വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ മറ്റുള്ളതൊക്കെ അവനവൻ്റെ പ്രകൃതിക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, മഴക്കാലമാകുമ്പോൾ ഉള്ള എണ്ണത്തേപ്പും കുളിയും സംരക്ഷണങ്ങളൊക്കെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ മറ്റ് കാലാവസ്ഥകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുകയും നമ്മുടെ ഒരു വർഷത്തേക്കുള്ള നെക്സ്റ്റ് മഴക്കാലം വരെയുള്ള ആരോഗ്യത്തിന് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ ആണ് ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ സംരക്ഷണങ്ങളും. അതിൽ തൊലിയുടെ നിറം കൂട്ടാനും നിൽക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ടെക്സ്ചർ നന്നാവാനും, അതുപോലെ ചുളിവുകൾ കുറക്കാനും ഒക്കെയുള്ള പലതരം രീതികൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇതുകൂടാതെ നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണത്തിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ കഞ്ഞികളാണ് പലതിലും പറയുന്നത്. വേറെ വാതരോഗത്തിനുള്ളൊരു കഞ്ഞി ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സൗന്ദര്യം ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തൊട്ടാവാടിയാണ് ഉപയോഗിക്കേണ്ടത്. തൊട്ടാവാടിയുടെ ഇല ഒരാളുടെ അളവിൽ നോക്കുകയാണെങ്കിൽ 10 ഗ്രാം കഞ്ഞിയിൽ അരച്ച് ചേർത്തിട്ട് 21 ദിവസം കഴിക്കുന്നത് മീഡിയം ഡോസും, പ്യുവർ ഡോസിൽ കഴിക്കുകയാണെങ്കിൽ 41 ദിവസവും കഴിക്കാവുന്നതാണ്. അത് ഇല പറിച്ച് കഴുകി അരച്ച് കഞ്ഞിയിൽ ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ് മെത്തേഡ്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാവുന്നത്. സ്പെസിഫിക്കലി ഓരോ പേഴ്സൺസിനും അവരുടെ പ്രകൃതി അറിഞ്ഞിട്ട്, പിന്നെ അവർക്ക് സാധ്യതയുള്ള രോഗങ്ങളും ബാക്കിയുള്ളതും നോക്കിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ വഴി കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. നമസ്കാരം.